ഹലോ മോട്ടോ ഹലോ മുത്തുമണികളെ. നമ്മള് കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാതിൽ ഞാൻ മെല്ലെ ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്താ? ആരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നടെ, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബീനെ നിനക്കൊന്ന് സ്പീഡിൽ സംസാരിച്ചുകൂടെ എന്ന്. എടാ തിരുവനന്തപുരം ഭാഷ എന്ന് പറയുന്നത്, തിരുവനന്തപുരം ഭാഷ എന്ന് പറയുന്നത് സ്പീഡിൽ സംസാരിക്കില്ല. മനസ്സിലാവുന്ന തരത്തിൽ കടിച്ചാ പൊട്ടാത്ത മലയാളങ്ങൾ അതിന് കടിച്ച് ചവച്ച് ഉരച്ച് മറിച്ച് അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും അതൊന്നല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. നിങ്ങളുടെ കാതിൽ ഞാൻ പറയാൻ പോകുന്ന രഹസ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ മുത്തുമണികളെ? അതായത് ഞമ്മൻ്റെ അല്ലുടായിപ്പുമ്മയുടെ മകളെ സേഫായിട്ട് അവരുടെ ഹസ്ബൻഡ്, എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരാൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ മാറ്റിയതിൻ്റെ ഫലമായിട്ട് പിന്നീട് ആ കുട്ടി നേരിടേണ്ടി വന്നത് എന്ന് പറയുന്നത് അത്യാക്രമണമാണ്. സ്വന്തം പെറ്റുമാരെ കയ്യിൽ നിന്ന് അത്യാക്രമണം നേരിടേണ്ടി വന്ന ഒരു കുട്ടിയെ നമുക്കറിയാമല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന പൊതുജനങ്ങളിൽ കുറച്ച് ആളുകൾ കുറേ പരാതികളുമായിട്ട് എവിടെ പോയിട്ടുണ്ട്? ചൈൽഡ് ലൈന്, പിന്നെ എവിടെ പോയിട്ടുണ്ട്? ബാലാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു നല്ല തലമുറയെ, ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതിൽ നമ്മുടെ സർക്കാരിൻ്റെ പങ്ക് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒന്നാണ്. അപ്പം നമ്മളെ സമൂഹത്തിൽ കൃമികീടങ്ങളടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ കൃമികീടങ്ങളടങ്ങിയ ഫലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് തുടക്കത്തിൽ തന്നെ അതിന് വേണ്ടുന്ന പരിചരണമൊക്കെ കൊടുത്ത് അതിലുണ്ടാകുന്ന കൃമികുത്തുകളൊക്കെ തന്നെ മാറ്റി അതിനെ നല്ല ഒരു ഫലമാക്കി നമ്മൾ മാറ്റും. അല്ലെങ്കിൽ അല്ലാത്ത ഒരു ഫലം എന്താണ്, ചീഞ്ഞഴിഞ്ഞ് നമ്മൾ പിന്നെ അത് കറി വെച്ച് തിന്ന് വയറ്റിന് പ്രശ്നമായി, ക്യാൻസറായി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നമ്മൾ ഒരു പൗരനെ വാർത്തെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും, നമ്മൾ പ്രസവിച്ച് അതുകൊണ്ട് എൻ്റെ കുട്ടീനെ ഞാൻ ഏത് രീതിയിൽ വളർത്തണമെന്ന് ഞാൻ തീരുമാനിക്കും. കള്ളനായിട്ടും പെണ്ണുപിടിയനായിട്ടും കള്ളുപിടിയനുമായിട്ടൊക്കെ ഞാൻ വളർത്തും, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാനാണ് പ്രസവിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു നിയമമുണ്ട്. ഒരു നിയമ സംവിധാനങ്ങളെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതും. അതുപോലെ നമ്മുടെ മക്കളെ, ഭാവി തലമുറയെ നമ്മൾ വാർത്തെടുക്കേണ്ടതും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? കുട്ടികളെ നമ്മൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ കൊണ്ടുപോകുന്നു, മദ്രസയിൽ കൊണ്ടുപോകുന്നു, മതബോധന ക്ലാസ്സുകളിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ രാഷ്ട്രത്തിന് ഉതകുന്ന തരത്തിൽ മക്കളെ വളർത്താനും നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ വേരൂന്നി നമ്മൾ മക്കൾ വളർന്നു വരാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെതിരായി ചില ആളുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നേരെയാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തും. അപ്പൊ അങ്ങനെ ഒരു നീക്കം നടത്തിയതിന്റെ ഫലമായിട്ട് അല്ലുടായിപ്പുമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വളർച്ച ഒരു നല്ല രീതിയിലല്ല. അതായത് വളരെ മോശമായിട്ട് സ്ത്രീജനങ്ങളെ കാണുകയും അവരുടെ ഗുഹ്യഭാഗങ്ങളെയൊക്കെ വർണ്ണിച്ച് രതിമൂർച്ചടയുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകൾ വളർത്തുന്ന കുട്ടികൾ നിരീക്ഷണത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടുന്ന സംരക്ഷണം നൽകി അവരെ മാറ്റി പാർപ്പിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം എവിടെ ഉണ്ട്? നമ്മുടെ സർക്കാർ തലത്തിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അല്ലുടായിപ്പുമ്മ പുതിയ ഒരു ഡ്രാമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതിന്റെ ചില നീക്കങ്ങളൊക്കെ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ അല്ലുടായിപ്പുമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ നമ്മൾ വീണ്ടും അഭിനയ കുലപതിയായ ഈ സ്ത്രീ അടുത്ത ഒരു നാടകം ഉടൻ തന്നെ, അടുത്ത ബെല്ലോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നതാണ്. സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ജാക്കി ചാനെ മാറ്റി നിർത്തുക, വീണ്ടും മാറ്റി നിർത്തുക എന്നുള്ള ഒരു സംവിധാനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും ഈ ഒരു സംവിധാനം ഇവർ പുലി വരുന്നേ പുലി സീസൺ 7 അവർ കടക്കുകയാണ്. അപ്പൊ ഇനി എന്ന് പറയുന്നത് അൽ ഉഡായിപ്പുമ്മയുടെ ജാക്കി ചാൻ പിണങ്ങി പിരിഞ്ഞു പോയി, അയ്യോ കണ്ട എന്നെ അടിച്ച് എന്നെ മാന്തി എന്നെ പൂത്തി എന്നും പറഞ്ഞും കൊണ്ട് ഞമ്മന്റെ ആര് വരാൻ പോവുകയാണ്, അല്ലുടായിപ്പുമ്മ ഇപ്പൊ ഉടൻ തന്നെ വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞമ്മക്ക് എന്താണ്, ഞമ്മക്ക് നഷ്ടപ്പെട്ടു പോയ മകളെയും തിരിച്ചു കിട്ടും, നഷ്ടപ്പെടാൻ പോകുന്ന മറ്റു മക്കളെയും കൂടെ നിർത്താമെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരത്തിക്ക് ഒരു കാര്യത്തിനോട് ഭയങ്കര ദേഷ്യമാണ്. എന്താ ദേഷ്യം? ആ ചീത്ത വിളിക്കുന്നത് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമേ ഇല്ല. പുള്ളിക്കാരത്തി ചീത്തയെ വിളിക്കാറില്ല. പക്ഷേ പുള്ളിക്കാരത്തി എന്ത് ചെയ്യും, കാമുകനെ കൊണ്ട് മറ്റുള്ളവരെ ചീത്ത വിളിക്കും, മറ്റുള്ളവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ പറയിപ്പിക്കും, ഗുഹ്യസ്ഥാനത്തെ വർണ്ണിപ്പിക്കും. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവന്റെ കൂടെ തന്നെ പോയി കിടന്നു ഉറങ്ങും. എന്താ ഒരു അന്തസ്, എന്താ ഒരു അഭിമാനം. എന്തായാലും പുള്ളിക്കാരൻ ഇന്നലെ നമ്മുടെ ഷെഫീനത്തത്തെ ഒന്ന് ചെരച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് നിങ്ങൾ വിചാരിക്കണം ഞാൻ ചീത്ത വിളിച്ചതല്ല, അതായത് ബ്ലേഡും അതൊക്കെ വെച്ചിട്ട് ഒന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഇപ്പൊ പുള്ളിക്കാരൻ മുക്കിയിട്ടുണ്ട് മീൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പുള്ളിക്കാരന് എന്നെ തോന്നിയിട്ടുണ്ടാവാം, ആരെങ്കിലും ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം. സത്യത്തില് നമ്മുടെ നാട്ടില് ഇങ്ങനെ വികൃതമായ മനസ്സിനുടമകൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ട്. നമ്മൾ പോലും അറിയില്ല. നമ്മൾ ചിന്തിക്കുന്നത് അവർ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നല്ല വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അവർ ഭയങ്കര പക്ക നീറ്റായിരിക്കും എന്ന് നമ്മൾ ധരിക്കും. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ, ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളുടെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്ത് പറഞ്ഞാലായിരിക്കും അവർക്ക് എന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ ചിന്തിക്കും. എന്നിട്ട് ഞാൻ ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ ഈ അല്ലുടായിപ്പ് ടീംസിന്റെ ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അവസരത്തിൽ പോലും, അതായത് തങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി പോലും ഒരു നന്നാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതല്ല സമൂഹത്തിന് ഉതകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതല്ല നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്നുകിൽ നീ എൻ്റെ കൂടെ വന്ന് കിടക്കും, നീ എൻ്റെ കൂടെ വന്ന് സെക്സ് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ ഞാൻ കയറി സെക്സ് ചെയ്യും എന്ന് പറയലല്ല. അതൊരു നല്ല കൾച്ചറല്ല. നമുക്കൊരു കൾച്ചറുണ്ട്, ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ ഭാവി തലമുറകൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന കുറേയധികം സംസ്കാരങ്ങളുണ്ട്. ഇത് കാലങ്ങളോളം സംസ്കരിച്ച് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ വലിയ രീതിയിൽ പിന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നാണ് അല്ലേ. അവിടെ നമ്മൾ മാരേജ് ലൈഫ്, അതുപോലെ ഫാമിലി ലൈഫ്, കുട്ടികളുടെ വളർച്ച, ഇതിനെയൊക്കെ തന്നെ പവിത്രമായി കാണുന്ന ഒരു സംവിധാനത്തിലോട്ട് നമ്മുടെ കാലവും തലമുറയും ഒക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് പോലും, ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലും വളരെ മോശമായിട്ടുള്ള ഒരു ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 വ്യക്തികളാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളെ ഉള്ളിലുള്ള മോശമായ ഒരു സംവിധാനം, അല്ലെങ്കിൽ മോശമായ ഒരു കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മുടെ അബോധാവസ്ഥയിൽ എന്താകും, പുറത്തോട്ട് വരും. നമ്മുടെ അബോധമായ ഒരു അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ക്രിമിനൽ മെന്റാലിറ്റി പുറത്തേക്ക് വരും. അപ്പം അല്ലുടായിപ്പുമ്മയുടെ കാമുകന്റെ ക്രിമിനൽ മെന്റാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുക. എങ്ങനെ ആക്ഷേപിക്കുക? അവരുടെ ഗുഹ്യസ്ഥാനത്തെ പറഞ്ഞ്, ആ ഗുഹ്യസ്ഥാനത്തിലെ ഷേപ്പിനെ പറഞ്ഞ്, അവിടെയുള്ള പപ്പും പൂടയും വരെയൊക്കെ പറഞ്ഞ്, അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് ആണ് പുള്ളിക്കാരൻ ധരിക്കുന്നതും പുള്ളിക്കാരൻ്റെ കൂടെ ഇരിക്കുന്ന മദാമയും ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു തരത്തിലാണ്. ഇങ്ങനെ ഒരു ആള് വളർത്തുന്ന കുട്ടികൾ ഏത് തരത്തിലായിരിക്കും ഈ സമൂഹത്തിൽ വളർന്നു വരിക? നിങ്ങളൊന്ന് ആലോചിക്കാം. സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ആ കുട്ടികൾ വളർന്നു വന്നാൽ ആ ഒരു സമൂഹം ഏതൊരു
അവസ്ഥയെ നേരിടേണ്ടി വരും. പുള്ളിക്കാരൻ മെനിഞ്ഞാന്നൊരു ലൈവിൽ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ബട്ടൺ ക്യാമറയുണ്ട്, എൻ്റെ കയ്യിൽ നിക്കർ ക്യാമറയുണ്ട്, എൻ്റെ കയ്യിൽ ഷഡ്ഡി ക്യാമറയുണ്ട്. ഈ ക്യാമറകളെല്ലാം വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കും. ആരുടെയോ വീട്ടിലും പരിസരത്തും ഒക്കെ പോയിട്ട് വീഡിയോ എടുക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നതെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഈ പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള ഷഡ്ഡി ക്യാമറയും ബെൽറ്റ് ക്യാമറയും ബട്ടൺ ക്യാമറയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഈ പുള്ളിക്കാരൻ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് പാതിരാത്രികളിൽ നിങ്ങളുടെ ബാത്റൂം സീനുകൾ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാത്റൂമിൻ്റെ വെന്റിലേഷനുകൾ നല്ലതുപോലെ ക്ലോസ് ചെയ്യുക. കാരണം ഇത്രയും, അതായത് ഒരു പെണ്ണിൻ്റെ ഐഡിയിൽ ഒരാൾ കമൻ്റ് ഇട്ടാൽ പോലും ആ പുള്ളിക്കാരത്തിയുടെ ഗുഹ്യസ്ഥാനത്തിനെ വർണ്ണിക്കുന്ന അത്രയേറെ ആസക്തിയുള്ള ഒരു വികൃത മനസ്സിനുടമയാണ് ആ പുള്ളിക്കാരൻ. അപ്പൊ ആ പുള്ളിക്കാരനുള്ള സമൂഹം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പൊ എന്തായാലും ഇപ്പൊ ഉടൻ തന്നെ എന്ത് വരുന്നതായിരിക്കും, പുലിയുടെ സീസൺ 6 ഉടൻ തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പൊതുജനങ്ങളിൽ നിന്നും ഇവർക്ക് പ്രസവത്തിനുള്ള ക്യാഷ് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു, ചില പൊതുജനങ്ങളുടെ നീക്കങ്ങൾ കാരണമാകാം, അല്ലെങ്കിൽ നിയമപരമായുള്ള മറ്റു നീക്കങ്ങൾ കൊണ്ടാകാം, ഉടൻ തന്നെ നിങ്ങൾക്ക് പുലിയുടെ സീസൺ 7 കാണാം. വഞ്ചിതരാകാതിരിക്കുക. ഓക്കെ.